നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 3 AI ടൂൾസിനെ പറ്റിയാണ്. ഈ 3 AI ടൂൾസിനെ പറ്റി നമ്മൾ ഓൾറെഡി ഓരോ വീഡിയോ വെച്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് നമ്മൾ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റി ഒരു കമ്പാരിസൺ പോലെയാണ് ഇതിലൂടെ നമ്മൾ പറയുന്നത്. ആ 3 AI ടൂൾസ് മറ്റൊന്നുമല്ല ChatGPT, DeepSeek, Grok 3. ഇങ്ങനെ 3 AI ടൂൾസിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ChatGPT ആദ്യം നോക്കാം. ChatGPT ആയിരുന്നു ആദ്യത്തെ ആ ഒരു AI ടൂൾ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. അതിനുശേഷം ധാരാളം വന്നിരിക്കുന്ന AI ടൂൾസ് ഒരുപാടുകളുണ്ട്. എന്നാൽ ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത് OpenAIയുടെ ChatGPT ആയിരുന്നു. സാം ആൾട്ട്മാനാണ് ഈ ഒരു ChatGPTയുടെ ഒരു ഫൗണ്ടർ എന്ന് പറയുന്നത്. എന്നാൽ കോ ഫൗണ്ടറായിട്ട് തന്നെ എലോൺ മസ്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഏകദേശം ഒരു 2018 ആയപ്പോഴത്തേനാണ് അദ്ദേഹം അതിൽ നിന്നും പിന്മാറിയത്. അതിനുശേഷം ChatGPTയുടെ ഒരുപാട് വേർഷൻസ് നമുക്ക് ChatGPT 4o പോലെയുള്ള ഒരുപാട് വേർഷൻസ് നമുക്ക് കണ്ടു. അതിൻ്റെ ധാരാളം ഫെസിലിറ്റീസ് ഫീച്ചേഴ്സൊക്കെ ഈ ChatGPTയിലുണ്ട്. പ്രോബ്ലം സോൾവ് ചെയ്യാനും കോഡിങ്ങിനും അതുപോലുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ChatGPT അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഇൻഡസ്ട്രിയിലാണെങ്കിലും ബിസിനസ്സിനാണെങ്കിലും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ChatGPT യൂസ് ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ നമ്മുടെ വർക്കുകളൊക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് വേണ്ട പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ ആയിരുന്നു അതിൻ്റെ റീസൺ എന്ന് പറയുന്ന മോഡൽ. അതായത് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റിനെ പറ്റി ചിന്തിച്ചതിന് ശേഷം ആ ചിന്തിക്കുന്നത് എന്താണ്, തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണിച്ചുകൊണ്ട് നമുക്ക് റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രോസസ്സ് നമുക്ക് ChatGPTയിലുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ChatGPTയിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ChatGPTയുടെ ആ ഒരു അതിനുശേഷം വന്നിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു AI ടൂളായിരുന്നു DeepSeek എന്ന് പറയുന്നത്. ചൈനയിലാണ് ഈ DeepSeek വന്നത്. ചൈനയിലൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് DeepSeek ഇംപ്ലിമെൻറ്റ് ചെയ്തത്. DeepSeekന് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ആയിരുന്നു DeepSeekന് ഉള്ളത്. DeepSeek ലോഞ്ച് ചെയ്ത സമയത്ത് ChatGPTയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഒരുപാട് ഫെസിലിറ്റീസ് ഈ DeepSeekൽ ഈ ലോഞ്ച് ചെയ്ത സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതായിരുന്നു ഇതിൻ്റെ R1 തിങ്കിങ് മോഡൽ എന്ന് പറയുന്ന ആ ഒരു മോഡൽ. ഇതിനകത്ത് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അതിന് എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റിനെ പറ്റി ചിന്തിക്കുന്നത്, അത് തിങ്ക് ചെയ്യുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് കാണിച്ചുകൊണ്ട് നമുക്ക് റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രോസസ്സായിരുന്നു ഈ R1 എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ സെർച്ച് മോഡലുണ്ടായിരുന്നു. ഈ R1ഉം സെർച്ചും തിങ്കിങ് മോഡലും സെർച്ചും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് DeepSeek യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഈ ChatGPTയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം $5 million മാത്രമേ ഉള്ളൂ ഇതിന് സ്പെൻഡ് ആയിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ 200 എംപ്ലോയീസ് മാത്രമായിരുന്നു DeepSeekലുണ്ടായിരുന്നത്. വളരെയധികം കോസ്റ്റ് കുറച്ചുകൊണ്ടായിരുന്നു ഈ DeepSeek വന്നത്. അതോടൊപ്പം തന്നെ ChatGPT എന്ന് പറയുന്നതിനെയൊക്കെ കടത്തി വെട്ടുന്ന രീതിയിലേക്കായിരുന്നു ഈ DeepSeek വന്നത്. മാത്രമല്ല നമുക്ക് ഒരു പ്രോബ്ലം കൊടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോംപ്റ്റ് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേന് അതിനെപ്പറ്റി ഒന്നുകൊണ്ട് അഡ്വാൻസ് ലെവലിലേക്ക് നമുക്ക് റിസൾട്ട് തരുന്ന രീതിയിൽ DeepSeek വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചറായിരുന്നു. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആയിരുന്നു DeepSeekലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ChatGPT DeepSeek ഇത് വന്നതിന് ശേഷം തന്നെ എലോൺ മസ്ക് ഒരു പുതിയ ഒരു AI ടൂള്, അതായത് ഓൾറെഡി 2023 ഈ ഗ്രോക്ക് എന്ന് പറയുന്ന ആ ഒരു ടൂൾ ഉണ്ടായിരുന്നു, AI ടൂൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഇതിലൊരു സ്മാർട്ട് AI എന്ന പേരിൽ എലോൺ മസ്ക് വീണ്ടും പുറപ്പെടുവിച്ചാണ് ഈ ഗ്രോക്ക് 3 എന്ന് പറയുന്ന ഈ AI ടൂള്. ഇതിന് വളരെയധികം ഫീച്ചേഴ്സാണുള്ളത്. ഇതിൻ്റെ ബെഞ്ച് മാർക്ക് നമ്മൾ DeepSeek അല്ലെങ്കിൽ ഈ ChatGPTയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ വേഗത്തിൽ നമുക്ക് റിസൾട്ട് തരുന്നു. അതോടൊപ്പം തന്നെ ആക്യുറേറ്റുള്ള റിസൾട്ട് മാത്രമല്ല, ഇതിൻ്റെ ഡീപ്പ് സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഏതൊക്കെ സോഴ്സസിലൂടെയാണ് ഇത് സെർച്ച് ചെയ്ത് നമുക്ക് ആ ഒരു റിസൾട്ടിൽ എത്തിച്ചത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും റീസൺ മോഡലിങ്ങും എല്ലാം ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഗ്രോക്ക് 3ൽ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ ഗ്രോക്ക് 3 എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അതിനെപ്പറ്റി ഡീപ്പായിട്ട് സെർച്ച് ചെയ്യുന്ന ആ ഒരു മെത്തേഡുകൾ, അതോടൊപ്പം തന്നെ റീസൺ മെത്തേഡുകൾ ഇതെല്ലാം നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഗ്രോക്ക് 3 വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു AI ടൂളാണ്. ഇങ്ങനെ 3 AI ടൂൾസുകളാണ് നമുക്ക് ഈ റീസെൻ്റായിട്ട് നമ്മൾ കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ChatGPT,
ആയിരുന്നു നമ്മൾ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഡീപ് സീക്കിലേക്ക് വന്നു. ഡീപ് സീക്ക് വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുള്ള ടൂളുകളാണ്. ഗ്രോ3 യൂസ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ടൂൾസുകൾ ഇപ്പോൾ AI തന്നെ നിലവിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ടൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം ഇൻ്റർഫേസ് ഏകദേശം ഒരുപോലെ തന്നെയാണുള്ളത്. അതിൻ്റെ അകത്ത് കുറച്ച് ചേഞ്ചസ് വരുന്നത് ഗ്രോ3യിലാണ്. നമുക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ റീസെൻറ്റ് പ്രോംപ്റ്റുകളൊക്കെ നമുക്ക് അതിനകത്ത് ആ ഒരു 3 ഡോട്ട് ടാബ് ചെന്നാൽ മാത്രമേ നമുക്കത് കാണത്തുള്ളൂ. ബാക്കി ഡീപ് സീക്കിനും ChatGPT എല്ലാം സിമിലർ പോലെയാണ് ഇൻ്റർഫേസ് വരുന്നത്. പിന്നെ പ്രോംപ്റ്റ് കൊടുക്കുന്നതെല്ലാം ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രോംപ്റ്റിനനുസരിച്ച് അതിന് ഡീപ്പ് തിങ്കിലേക്കും അതിനോടൊപ്പം തന്നെ ഡീപ്പ് സെർച്ചിലേക്കും അതിൻ്റെ റീസൺ ആ ഒരു മെത്തേഡിലേക്കൊക്കെ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ അല്ലെങ്കിൽ ഈ പറയുന്ന AI ടൂൾസ് എല്ലാം പോകുന്നു. സോ ഈ 3 AI ടൂൾസുകളും നമ്മുടെ വർക്കിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താണോ ജോലി, ആ ജോലിക്ക് വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും. പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് വേഗം ഒരു പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് വേഗം ഒരു മാർക്കറ്റിംഗ് റിസർച്ച് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 3 ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. മാത്രമല്ല ഒരുപാട് മേഖലകളിൽ ഒരുപാട് ഇൻഡസ്ട്രികളിൽ ഈ AI ടൂൾസുകളെല്ലാം വളരെയധികം ഹെൽപ്ഫുള്ളാണ്. സോ ഇനിയും നമുക്ക് ധാരാളം AI ടൂൾസുകൾ ഇതിൻ്റെ അപ്ഡേഷൻസൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. സോ ഇതെല്ലാം നമുക്ക് ഇത് മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനായിട്ടും നമുക്ക് ധാരാളം കാര്യങ്ങൾക്ക് കൂടുതൽ നോളജ് നേടിയെടുക്കാനായിട്ടും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ AI ടൂൾസ് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.